പാർട്ടി ഒപ്പമുണ്ട് എന്ന് കരുതി ആരും വെട്ടാൻ ഇറങ്ങണ്ട. കൊല്ലാൻ വാളെടുത്ത് ഇറങ്ങുന്നവൻ ഇനി ആലോചിക്കണം. ജീവിതകാലം മുഴുവൻ ജയിലിലായിരിക്കും. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിലയ്ക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംരക്ഷകരാണ്. അതായത് നിങ്ങൾ വെട്ടിക്കോളൂ, ഞങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും പിന്നീട് ബോധേഡാവുകയേ വേണ്ട, നിങ്ങൾ പണിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്നതിനേക്കാൾ വരുമാനം നിങ്ങൾ ജയിലിൽ പോയി കിടന്നാൽ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടും. ആ രീതിയിലുള്ള ഉറപ്പ് കൊടുത്താണ് വെട്ടിക്കാനും കൊല്ലിക്കാനും ഒക്കെ ഇങ്ങനെ നടന്നിരുന്നത്. ഇനി 20 വർഷം കഴിയാതെ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവോ പരോളോ നൽകരുത്. അതായത് പുറത്തെ വെളിച്ചം കാണാത്ത രീതിയിൽ ആ ജയിലിനുള്ളിൽ ജീവിതകാലം, അതായത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. വധശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമല്ലോ, അങ്ങനെ തീരാൻ പാടില്ല. അത്രയും വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്നവർ അത്ര പെട്ടെന്ന് തീരാൻ പാടില്ല. അവർ ആ ജയിലിൽ കിടന്ന് പതുക്കെ ആ ശിക്ഷയൊക്കെ അനുഭവിച്ച് പുറത്തു വരട്ടെ. കാരണം ചെയ്ത തെറ്റിന്റെ കാഠിന്യം എന്താണ് എന്നവർക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇനിയും ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ഇതുപോലെയുള്ള നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് വീണ്ടും വാളെടുത്തിറങ്ങുമല്ലോ. അമ്മയ്ക്ക് പ്രായമായി, കൊടിസുനി പറയുന്നു. പഠിച്ച് ജോലി ചെയ്യണം. ആർക്കാ? ഷാഫിക്ക്. അടുത്തത് കേസുമായി ബന്ധമില്ലെന്ന് വാഴപ്പട റഫീഖ്. ഡയാലിസിസ് ചെയ്യണമെന്ന് ജ്യോതിബാബു. ബൈപ്പാസ് കഴിഞ്ഞെന്ന് കെ കൃഷ്ണൻ. ഇപ്പോൾ ഇങ്ങനെയുള്ള നമ്മളെല്ലാവരും നല്ല നടപ്പുകാരാണ്, നമ്മളുടെ ശിക്ഷ കൂട്ടരുത് എന്നൊക്കെ പറയുമ്പോൾ അവർ ചെയ്തു കൂട്ടിയ ആ കുറ്റകൃത്യത്തിന്റെ തീവ്രത ഇല്ലാതാകുന്നില്ല. 20 വർഷം കൂടി അവർ ജയിലിൽ കഴിയട്ടെ. ബാക്കിയുള്ളവരുടെ ശിക്ഷ കിട്ടാത്തവരുടെ കാര്യത്തിലൊക്കെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് കെ രമ പറയുന്നു. അതും നടക്കട്ടെ. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം, നമ്മൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർവകക്ഷി യോഗം ചേരും. മുക്കിന് പ്രസംഗിക്കും. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിലയ്ക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംരക്ഷകരാണ്. കൊല്ലാൻ വാളെടുത്ത് ഇറങ്ങുന്നവൻ ഇനി ആലോചിക്കണം. ജീവിതകാലം മുഴുവൻ ജയിലിലായിരിക്കും. ഇനി 20 വർഷം കഴിയാതെ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവോ പരോളോ നൽകരുത്. 20 വർഷം കൂടി അവർ ജയിലിൽ കഴിയട്ടെ.